എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്പം കീറിയതോ അല്ലെങ്കിൽ ഒന്ന് തേക്കുമ്പോൾ ഇത്തിരിയൊക്കെ ഒന്ന് കത്തിപ്പോയതൊക്കെ ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ ഇനി വെറുതെ കളയണ്ട കേട്ടോ. അങ്ങനെയുള്ള ഷർട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള 2 യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസാണ് ഇന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ ഒരു ഷർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേച്ചപ്പം കൈയൊന്ന് കത്തിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷർട്ട് നമ്മൾ വെറുതെ കത്തിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എടുത്ത പഴയ കളയൊന്നും വേണ്ട. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സൈഡ്, അതായത് ആ പോക്കറ്റിൻ്റെ കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ, കൈയുടെ ഭാഗം ഒഴികെയുള്ള ആ ഒരു പാർട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഷർട്ടിൻ്റെ താഴത്തെ ഭാഗം അവിടെ ഒരു കർവ് പോലെ ഉണ്ട്, അതൊന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു 2 സൈഡും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തുന്നൽ മെഷീൻ ഇല്ല എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഒരു നൂല് സൂചി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈത്തുന്നലിട്ടാലും മതിയാകും കേട്ടോ. അപ്പോൾ ഇതിന് വലിയ സ്റ്റിച്ചിങ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. മെഷീനോ സൂചിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന 2 ടിപ്പാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിവിടെ മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തത്. അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 2 വശവും. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് മറിച്ചിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അതായത് ചീത്ത വശം എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിത് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കോർണറൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ടുള്ള നമ്മുടെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പില്ലോയ്ക്ക് കവറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പില്ലോയുടെ കവറൊക്കെ പോയ സമയത്താണെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഒരു കവർ വാങ്ങാനുള്ള സാഹചര്യമൊന്നും ഇല്ല എങ്കിൽ ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലൊരു പില്ലോ ഇട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ബട്ടൺസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ആദ്യത്തെ തന്നെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്പ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത് ഞാൻ വീണ്ടും ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ യൂസും വ്യത്യാസമുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഷർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ, നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട് ഇരിക്കുന്നവർക്ക് എന്ത് കണ്ടാലും നെഗറ്റീവായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തലോണയുടെ എന്നാ പറയുന്ന രീതിയും അതിനെക്കുറിച്ചൊന്നും കുറ്റം പറയാൻ നിൽക്കണ്ട. എൻ്റെ കയ്യിലുള്ള തലോണ വെച്ചിട്ട് ഞാനാണെങ്കിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതുപോലെ തന്നെ സെയിം രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കോർണറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കോർണർ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത വശം ഉണ്ടല്ലോ, അതായത് ആ സൈഡിൻ്റെ 2 അടിപ്പ് വരും അവിടെ. ആ 2 അടിപ്പും കൂടി ഒരേ രീതിയിൽ വരാൻ പാകത്തിന് പിടിച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും കേട്ടോ. അപ്പോൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കത് ഇതുപോലെ എടുക്കണം. അപ്പോൾ വീഡിയോയിൽ നിന്ന് ഇച്ചിരി ഒന്ന് ഔട്ട് ഓഫ് ആയി പോയോ എന്ന് സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ അത് വ്യക്തമാവുമെന്ന് തോന്നുന്നു. ആ കോർണർ ഒന്നൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് അകലം കറക്റ്റ് അളവൊന്നുമില്ല, ഏകദേശം ഒരു 1-1.5 ഇഞ്ചോ ഇട്ടിട്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഇതിൻ്റെ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആദ്യം പറഞ്ഞ പോലെ ചീത്ത വശത്ത് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഇതാണ്. ചെറിയൊരു ബാഗ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാനും ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കൊള്ളും. ഞാൻ ആ മടക്കി വെച്ചത് ജസ്റ്റ് റഫായിട്ട് മടക്കിയത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നല്ല നീറ്റായിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിനകത്ത് തുണി കൊള്ളും കേട്ടോ. അപ്പോൾ ആ കോർണർ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിന് ഹൈറ്റ് കിട്ടുകയും ചെയ്യും. ഒരുപാട് തുണികൾ നമുക്കിതുപോലെ വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അലമാരയിൽ സ്ഥലമില്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു ഷർട്ടിൻ്റെ ഒരു ബട്ടൺ ഉള്ളതുകൊണ്ട് ഓപ്പൺ ചെയ്യാനും എടുക്കാനും പിന്നീട് വെക്കാനും ഒക്കെ വളരെയേറെ യൂസ്ഫുള്ളാണ് കേട്ടോ. അതായത് ചെറിയൊരു ബാഗ് പോലെ ഉള്ള ഒരു യൂസാണ് കിട്ടുക. അപ്പോൾ ഇന്നത്തെ 2 ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്